ഒരു മാരകമായ വെല്ലുവിളിയിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടു. അവിടെ ഓരോ മണിക്കൂറിലും $50,000 അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ടായിരുന്നു. 5 കൊലയാളികൾക്കെതിരെ 24 മണിക്കൂർ അതിജീവിച്ചാൽ അദ്ദേഹത്തിന് ആകെ $9 മില്യൺ സമ്മാനം ലഭിക്കും. അദ്ദേഹം തന്റെ ജീവൻ രക്ഷിച്ചു. വേഗത്തിൽ സ്റ്റേഷനിലെത്തി. ആപത്ത് കഴിഞ്ഞെന്ന് കരുതിയെങ്കിലും ആദ്യത്തെ കൊലയാളി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കളിയുടെ നിയമമനുസരിച്ച് അദ്ദേഹത്തിന് പോലീസിനെ വിളിക്കാനോ ഇടയ്ക്കുവെച്ച് പിന്മാറാനോ കഴിയില്ലായിരുന്നു. പരിഭ്രാന്തനായി ടോം അടുത്തുള്ള പള്ളിയിൽ ഒളിച്ചു. പക്ഷെ അവിടെയും ഒരു കൊലയാളി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഭയത്താൽ ടോം അബദ്ധത്തിൽ ഒരു തെറ്റായ വ്യക്തിയെ കൊന്നു. യഥാർത്ഥ കൊലയാളി ഒരു പുരോഹിതനായി വേഷം മാറി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. കൊലയാളി പള്ളിയുടെ വാതിൽ അകത്തുനിന്ന് പൂട്ടി ഒരു ചുറ്റിക കൊണ്ട് ടോമിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ ചുറ്റിക വീശിയ ഉടൻ അത് ഗേറ്റിൽ കുടുങ്ങി. ടോം ആ അവസരം ഉപയോഗിച്ച് പള്ളിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി കൊലയാളിയെ അകത്താക്കി ഓട്ടി. അദ്ദേഹത്തിന്റെ കാലിന് നേരത്തെ പരിക്കേറ്റിരുന്നു. എങ്കിലും അദ്ദേഹം പോരാട്ടം തുടർന്നു. പെട്ടെന്ന് മറ്റൊരു കൊലയാളി എത്തി അദ്ദേഹത്തിന്റെ കാലിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു. വേദന നിയന്ത്രിക്കാൻ ടോം മുറിവിൽ മദ്യമൊഴിച്ചു. പക്ഷേ അദ്ദേഹം വളരെ ദുർബലനാവുകയും ബോധരഹിതനായി വീഴുകയും ചെയ്തു. അതേസമയം രണ്ടാമത്തെ കൊലയാളി അദ്ദേഹത്തിന്റെ സ്ഥാനം മനസ്സിലാക്കിയിരുന്നു. ടോമിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു ഫുട്ബോൾ ടീമിന്റെ യൂണിഫോം മോഷ്ടിച്ച് ജനക്കൂട്ടത്തിൽ ലയിച്ചു. കൊലയാളിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ കടയുടമ മോഷണം കണ്ട് കൊലയാളിയെ അറിയിച്ചു. ടോം ഓടി ഒരു കാറിന്റെ തുറന്ന ഡിക്കിയിൽ ഒളിച്ചു. കൊലയാളി തിരച്ചിൽ തുടർന്നു. പക്ഷെ ടോം എവിടെയാണെന്ന് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഭയം കാരണം ടോം വളരെ നേരം അകത്തു തന്നെ തുടർന്നു. പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങി അടുത്തുള്ള ഒരു പെട്രോൾ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ടോം ടാക്സി എടുത്ത് വീട്ടിലേക്ക് പാഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഭാര്യയെ കാണണമായിരുന്നു. പക്ഷേ ഒരു കൊലയാളി അദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. കളിയിൽ തോക്കുകൾ അനുവദിക്കാത്തതിനാൽ കൊലയാളികൾ അദ്ദേഹത്തെ വെടിവെക്കില്ലെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. ടോം ടാക്സി പരമാവധി വേഗതയിൽ ഓടിച്ചു. പക്ഷേ കൊലയാളി റോഡിൽ സ്റ്റീൽ ആണികൾ സ്ഥാപിച്ചിരുന്നു. ടയർ പഞ്ചറായി. കൃത്യസമയത്ത് ടോം കൊലയാളിയെ തള്ളി താഴെയിട്ടു. പക്ഷേ സ്വന്തം കാറിനുള്ളിൽ മറ്റൊരു കൊലയാളി ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ദേഷ്യത്തിൽ അദ്ദേഹം ഒരു വലിയ കല്ലെടുത്ത് ആ കൊലയാളിയെ അപ്പോൾ തന്നെ കൊന്നു. ഇതോടെ 5 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ഒളിക്കാൻ വേണ്ടി ടോം ഒരു സ്വകാര്യ ബോട്ടിൽ കയറി. പക്ഷേ അവിടെയും ഒരു കൊലയാളി അദ്ദേഹത്തിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ടോം അല്പം വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വെയിട്രസ് വന്ന് ചോദിച്ചു, "നിങ്ങൾ ആരാണ്?" ടോം പെട്ടെന്ന് മറുപടി പറഞ്ഞു, "ഒന്നുമില്ല, കുറച്ച് വെള്ളം കുടിക്കുകയായിരുന്നു." പക്ഷേ ആ പെൺകുട്ടിയും കളിയുടെ ഭാഗമായിരുന്നു.